വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഡൽഹിയിൽ നിന്ന് വന്നതിന് ശേഷം മുതിർന്ന നേതാക്കൾ വി.ഡി. സതീശനെ അതായത് മുതിർന്ന നേതാക്കൾ വി.ഡി. സതീശനുമായി വലിയ രീതിയിൽ സന്തോഷം പങ്കിടുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. വി.ഡി. സതീശൻ എ.കെ. ആന്റണിയുടെ വസതിയിൽ പോയി എ.കെ. ആന്റണിയെ കണ്ട് അനുഗ്രഹം വാങ്ങി, വി.എം. സുധീരനെയൊക്കെ കണ്ട് അനുഗ്രഹം വാങ്ങുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. വലിയ രീതിയിലുള്ള ഒരു ആഘോഷ പ്രകടനമാണ് KPCC ആസ്ഥാനത്തിന്റെ മുന്നിൽ നിന്നും ഉണ്ടായത്. കാരണം ജനവികാരം അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകരുടെയൊക്കെ വികാരം മാനിച്ചുകൊണ്ടാണ് അവസാന ലാപ്പിൽ ഒരു ടെസ്റ്റിലേക്ക് ഹൈക്കമാൻഡ് പോയത്. അതായത് ഇന്നലെ വരെ കെ സി വേണുഗോപാലിനാണ് സാധ്യത ഉണ്ടായിരുന്നത് എങ്കിൽ ജനവികാരം അത് മാനിക്കുന്നു, അത് ഗൗരവത്തിലെടുക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പറഞ്ഞു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം വി.എം. സുധീരൻ തന്നെ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ജനവികാരവും അതോടൊപ്പം തന്നെ പ്രവർത്തകരുടെ വികാരവും വി.ഡി. സതീശന് അനുകൂലമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയാൽ അത് നമുക്ക് ഭാവിയിൽ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് വ്യക്തമായ ഒരു സന്ദേശം വി.എം. സുധീരൻ രാഹുൽ ഗാന്ധിയെ ബോധിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നൊരു ട്വിസ്റ്റ് ഉണ്ടായത്. പുറത്തു വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണ് സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനുള്ള തയ്യാറെടുപ്പുകൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്നു വരുന്നു, കൂടാതെ KPCCയുടെ ആസ്ഥാനത്ത് നടന്നു വരുന്നു. ഇതിന് മുന്നോടിയായി UDF നേതാക്കൾ 7 മണിക്ക് ഗവർണറെ കാണും. സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. അതായത് 7 മണി എന്ന് പറയുന്നുണ്ടെങ്കിലും 7:30 അല്ലെങ്കിൽ 7:30 കഴിയാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ഇന്ന് വൈകിട്ട് ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുന്നു. അതായത് 6 മണിക്കകം ഈ AICCയുടെ നിരീക്ഷകർ തിരുവനന്തപുരത്തേക്ക് എത്തും. അതിനുശേഷം നിയമസഭയിലാണ്, അതായത് കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗം നിയമസഭാ വളപ്പിൽ ഇന്ന് നടക്കുന്നുണ്ട്. അതിനുശേഷമാണ് 7:30 മാത്രമാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കാണാനായിട്ട് സതീശനും അതോടൊപ്പം തന്നെ UDFലെ മുതിർന്ന നേതാക്കന്മാരും ലോക് ഭവനിലേക്ക് എത്തുക എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. അതിൽ ഗവർണറെ കണ്ടതിന് ശേഷം സർക്കാർ രൂപീകരിക്കാനുള്ള ഒരു അവകാശവാദം UDF ഉന്നയിക്കും എന്നാണ് ലഭിക്കുന്ന വിവരം. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇവരുടെ കൂടെ ഉണ്ടാകുമെന്ന് ലഭിക്കുന്ന വിവരമുണ്ട്. കോൺഗ്രസ് നിയമസഭാ പാർട്ടി യോഗം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് നിയമസഭ അനക്സ് മന്ദിരത്തിന്റെ ഹാളിൽ വെച്ച് ചേരുമെന്നാണ് ലഭിക്കുന്ന വിവരം. വൈകുന്നേരം 4 മണിക്ക് എത്തുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിനുശേഷം 2.5 മണിക്കൂർ വൈകി 6 മണിയോടുകൂടി മാത്രമേ നിയമസഭയിലെ അനക്സ് മന്ദിരത്തിൽ വെച്ച് യോഗം കൂടുകയുള്ളൂ. ദീപാദാസ് മുൻഷി അടക്കമുള്ള AICCയുടെ നിരീക്ഷകർ എത്തുകയുള്ളൂ എന്നാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ മന്ത്രിസഭയിൽ എത്ര പേരുണ്ടാകും എന്നതിനെ കുറിച്ച് ഇപ്പോൾ വ്യക്തമല്ല. കാരണം രമേശ് ചെന്നിത്തല ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം സീനിയോറിറ്റി അനുസരിച്ച് രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രി ആകേണ്ടതെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് സതീശന്റെ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയായി ഇരിക്കാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ രമേശ് ചെന്നിത്തല പറയുന്ന വ്യക്തികൾ, അതായത് രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തരായിട്ടുള്ള ആളുകളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്ന് രമേശ് ചെന്നിത്തല ഇപ്പോൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിയമസഭ അനക്സ് മന്ദിരത്തിൽ നടക്കുന്ന ആ യോഗത്തിൽ CLP മീറ്റിംഗിൽ രമേശ് ചെന്നിത്തല പങ്കെടുക്കില്ല, പക്ഷേ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു കത്ത് കൊടുക്കുമെന്ന് ലഭിക്കുന്ന വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ ഘടകകക്ഷി നേതാക്കൾ വി.ഡി. സതീശനൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യും എന്ന കാര്യത്തിലും ഉറപ്പാണ്. 63 പേരുള്ള കോൺഗ്രസിൽ നിന്നും എത്ര പേർ മന്ത്രിയാകുമെന്ന് അന്തിമ തീരുമാനം ഇതുവരെ ആയിട്ടില്ല. നെയ്യാറ്റിൻകരയിൽ ജയിച്ച N. ശക്തൻ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു ഘട്ടത്തിൽ പരിഗണിക്കപ്പെട്ടിരുന്ന രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് ഉണ്ടാകില്ല എന്ന് രമേശ് ചെന്നിത്തല തീർത്ത് പറയുന്നുണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുരഞ്ജന നീക്കം ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമോ എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. മതസാമുദായിക പ്രാദേശിക സമവാക്യങ്ങൾ ഇത്തവണ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ മനസ്സ് തുറക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. NSS, SNDP എന്നിവരുമായി ശത്രുതയിലാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ അവർ വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം സതീശന്റെ മന്ത്രിസഭയിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതിനാൽ കോൺഗ്രസ് അവരുടെ അംഗങ്ങളിൽ നിന്നും വലിയ സമ്മർദ്ദം ഇല്ലാതെ മന്ത്രിമാരെ തെരഞ്ഞെടുക്കാൻ കഴിയുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന സൂചന. എന്തായാലും ഘടകകക്ഷി നേതാക്കൾ മുഖ്യമന്ത്രിയോടൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. അതായത് മുസ്ലിം ലീഗിൽ നിന്നും PK കുഞ്ഞാലിക്കുട്ടിയും അതോടൊപ്പം തന്നെ മോൻസ് ജോസഫ്, അതോടൊപ്പം തന്നെ അനൂപ് ജേക്കബ്, അതോടൊപ്പം ഷിബു ബേബി ജോൺ, കൂടാതെ CP ജോൺ, മാണി സി കാപ്പൻ എന്നിവർ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ.